രാത്രി 12-2 മണിയാകുമ്പോൾ ഒരു മനുഷ്യരുണ്ടാവില്ല. ഇതിലെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പ്രേതങ്ങളെ കാണാം. ഞാനിതുവരെ കണ്ടിട്ടില്ല. ജയിലിൽ പോകുമ്പോൾ കുഴിച്ചിട്ടിട്ട് പോയി, തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞപ്പോൾ ഹൈവേ വന്നപ്പോൾ പുള്ളിക്ക് പിന്നെ ഇത് കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഭ്രാന്തായിട്ട് അയാൾ അവിടെ ഒരു സ്ഥലത്ത് അങ്ങനെയാണ് കോട്ടയം പരാജയങ്ങളുടെ വലിയ ഒരു ശ്രേണി തന്നെ ഉണ്ടാവും, ഒരു ചങ്ങല തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അറ്റത്ത് എവിടെയോ എന്തുണ്ട്, ഒരു വിജയവും ഒരു പ്രതീക്ഷയും നമ്മൾ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കഥ എഴുതുന്നത്. സുന്ദരന്മാരുടെ മുഖം സിനിമയ്ക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ ഇതാക്കി. ജീവിതവും ആണ് വേണ്ടത്, ക്യാരക്ടറുകളാണ് വേണ്ടത്, അല്ലാതെ നായകന്മാരല്ല എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോകുന്നു. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൻ്റെ ചില സന്ദേശങ്ങൾ എനിക്ക് അത്രയധികം അതിൽ ഒരു മയക്കുമരുന്നിനെ ഭയങ്കരമായിട്ട് ഒരു കഞ്ചാവിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചില സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചില സീൻസൊക്കെ. നമുക്ക് ആ കഞ്ചാവിനോടൊക്കെ താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ചില കുറേ ഷോട്ടുകൾ അതിനകത്തുണ്ട്. നമസ്കാരം സന്തോഷേട്ടൻ. നമസ്കാരം. സന്തോഷേട്ടൻ കൗമാരവും യൗവനവും ചെലവഴിച്ച സന്തോഷേട്ടൻ്റെ ഏച്ചിക്കാനം തറവാട്ടിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഒരുപാട് തെയ്യങ്ങളുള്ള, ഒരുപാട് കഥകളുള്ള, ചരിത്രം ഉറങ്ങുന്ന, ബ്രഹ്മരക്ഷസ് രാത്രിയിൽ നടക്കുന്ന ഏച്ചിക്കാനം തറവാട്. ആ തറവാട് മാതംഗലീല എന്ന നോവലിൽ വന്നിട്ടില്ല. മാതംഗലീല പാലക്കാടൻ ടെറൈനാണ്. പാലക്കാടിലെ മിത്തുകൾ, ആചാരങ്ങൾ, മാജിക്കൽ റിയലിസം ഒക്കെ കടന്നു വന്നിട്ടുള്ള നോവലാണ് മാതംഗലീല. ഈ ഏച്ചിക്കാനം തറവാട് മാതംഗലീല എന്ന നോവലിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ഏച്ചിക്കാനം തറവാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ മാതംഗലീല എന്ന് പറയുന്നൊരു നോവൽ എഴുതുമ്പോൾ ആ നോവലിൻ്റെ പശ്ചാത്തലം ഞാൻ ഒരുക്കിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ, നമ്മളൊരു കഥ എഴുതുന്നത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ ആ അനുഭവത്തിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മൾ പിന്നീട് നമ്മുടെ എഴുത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ മാതംഗലീല ഈ പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ തന്നെയും അത് ഭയങ്കരമായ ഒരു ഫാൻറ്റസിയും അതുപോലത്തെ റിയാലിറ്റിയും ഫാൻറ്റസിയും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു നോവലാണ്. അപ്പോൾ അതിൽ ഒരുപാട് വിഭ്രാത്മകമായ ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനേക്കാളും എത്രയോ വലിയ വിഭ്രാത്മകമായ ഒരു ലോകമാണ് എനിക്ക് ഈ തറവാട് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി മുതലാണ് ഞാനിവിടെ താമസം വരുമ്പോൾ ഇവിടെ കറണ്ടില്ല. കാരണം ഇന്ന് ഇതുപോലെ തെളിച്ചൊന്നുമല്ല, ഒരുപാട് മറ്റേ വീടുകളൊന്നും അടുത്തൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഇത് ഭയങ്കരമായി ഇവിടെ ഈ വീട്ടിൽ കറണ്ടില്ലാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, മനസ്സിലായോ? അപ്പോൾ ഭയങ്കരമായി ഇരുട്ടാണ് നമ്മളെപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തും വേടകത്താണ് താമസിച്ചത്, വേടെടുക്കുക, അവിടെയും ഇന്ന് കറണ്ടില്ല. അപ്പം നമ്മളെല്ലാം ഒരു ഇരുട്ടിൻ്റെ അകത്താണ്. ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മൾക്ക് മൊത്തമാക്കി ഇരുട്ട് വന്ന് നമ്മൾ മൂടും. പിന്നെ ആ ഇരുട്ടിൻ്റെ അകത്താണ് നമ്മുടെ ജീവിതം കൂടുതലും നമ്മൾ ചിലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ ഇരുട്ട് എന്ന് പറയുന്ന ഒരു ഭയമുണ്ട് അതിനകത്ത് ഒരു ഭയങ്കരമായ പേടിയുണ്ട്. ഈ ചെറിയ വെളിച്ചം ഉണ്ടാക്കുന്ന വലിയ നിഴലുകളുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒരു കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന പോലെ ഒരു മാജിക്കൽ റിയലിസം പോലുള്ള സാധനങ്ങളൊക്കെ രൂപപ്പെടുത്താനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബ്രഹ്മരക്ഷസിനെ പഠിക്കാൻ രാത്രിയിൽ പോയി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർമാദിത്തരം പണ്ടേ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു നാരായണ മൂസർ ഉണ്ടായിരുന്നു. നാരായണ മൂസർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് റെസ്പെക്റ്റ് ഫുള്ളായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ആണ് ഇവിടെ രാമായണ മാസമാകുമ്പോൾ രാമായണം വായിക്കാൻ വേണ്ടി വരും. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ എൻ്റെ കഥകളിലൊക്കെ നാരായണ മൂസറുണ്ട്. ഞാൻ നാരായണ മൂസറും ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്തും ഇവിടെ തറവാട്ടിൽ ആളുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു ഇവിടെ. അവർ മരിച്ചതിന് ശേഷം പിന്നെ ഒരു മാധവൻ വലിച്ചനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രണ്ടായിരുന്നു, ഈ 8 കെട്ടായിരുന്നു. ഇതിൻ്റെ ഇരട്ടി അപ്പുറത്തും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു കിഴക്കേ മാളിക ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് പടിഞ്ഞാറേ മാളിക ഉണ്ടായിരുന്നു, പിന്നെ ആ ഭാഗത്ത് മറ്റേ ഇതുണ്ടായിരുന്നു, പത്തായപ്പുര ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോഴേക്ക് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അമ്മമാർ പൊളിച്ചു വിറ്റ് തിന്നിട്ടുണ്ട്. അമ്മമാരും എൻ്റെ അച്ഛനും അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടുന്ന് നാരായണ മൂസർ പറയാണ് ഇവിടെ വന്നപ്പോൾ
പുള്ളി ഭയങ്കര ഒരു ഇതാണ്, അയാൾ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തം കിളി പോയ കിളിന്ന് പോയതല്ല, ഇതാണ് ഭാവന ലോലുപനാണ് ആള്. അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ട് ഞങ്ങളില്ലാ സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ കിടക്കും. ഇവിടെ കിടക്കാൻ നല്ല ധൈര്യം വേണം, കാണുമ്പോൾ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറയും, എടാ ഇവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് എന്നെ തട്ടി വിളിക്കുക രാവിലെ ഉച്ചക്ക്, ഞാനിവിടെ ഉറങ്ങുമ്പോൾ. നോക്കുമ്പോൾ ആരി, അച്ഛൻ്റെ അമ്മാവൻ മരിച്ചു. എത്രയോ കാലം കൊണ്ട് അമ്മാവൻ വന്നിട്ട് എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ഇയാളോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോരോ കഥകളാണ്, ഓരോ പ്രേതങ്ങൾ. ഫുൾ മരിച്ച ആൾക്കാരല്ലേ മൊത്തം. അപ്പോൾ ഈ മരിച്ച ആൾക്കാരെ മൊത്തം നല്ല സുഖമാണ്. പ്രേതങ്ങൾക്ക് നല്ല 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 എയർ കണ്ടീഷൻ പോലെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ രാത്രി ഇറങ്ങി നടക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് പറഞ്ഞത് ഇതിലേ കൂടിയിട്ട് എന്തുണ്ട്, ബ്രഹ്മരക്ഷസിൻ്റെ പോക്കുണ്ട് മുറ്റത്തെ കൂടിയിട്ട് ഒരു ബ്രഹ്മരക്ഷ അറിയാമോ, മറ്റേ ബ്രാഹ്മണന്മാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ബ്രഹ്മരക്ഷത്തിൻ്റെ ഒരു കല്ലുണ്ട് അവിടെ. പിന്നെ അപ്പുറത്താണ് ശ്മശാനം, തൊട്ടപ്പുറത്ത്. അവിടെ ഒരുപാട് പ്രേതങ്ങളുണ്ട്. ബ്രഹ്മരക്ഷസിൻ്റെ മറ്റേ പാസിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടുന്ന് മറ്റവരിറങ്ങും. അപ്പോൾ അവിടെ ആ റൂമിൽ പിന്നെ ഡോറ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടാവും. അമ്മ പോയിട്ട് നേരത്തെ കിടക്കും. അപ്പോൾ ഞാൻ ഇവരെല്ലാം കഴിയുമ്പോഴാണ് വിരുന്ന് വന്ന് കിടക്കും. എന്താണെന്ന് വെച്ചാൽ രാത്രി 12-2 മണിയാകുമ്പോൾ അവരും മനുഷ്യരുണ്ടാവില്ല, ഇതിലെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പ്രേതങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ മറ്റേ കോത്തായം എന്ന് പറയുന്ന ഒരു കള്ളൻ ഇവിടെ വന്നിട്ട് അതൊരു ഭയങ്കര കഥയാണ്. മോഷ്ടിക്കാനാവാതെ പോയി, അത് ഭയങ്കര രസമുള്ള കഥയാണ്. അതെന്താ, അതിപ്പോ ഈ 3 മാളികയും ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പൊ കോത്തായി എന്ന് പറഞ്ഞ ഒരു കള്ളനുണ്ട്, അതായത് നമ്മള് പയ്യന്നൂർ കോത്തായി മുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. അയാളെ കഥ അറിയാലോ. അവിടെ മറ്റേ സ്വർണം എടുത്തിട്ട് മറ്റേ കുഴിച്ചിട്ടിട്ട് അയാളെ പിടിച്ച് ജയിലിൽ പോകുമ്പോൾ കുഴിച്ചിട്ടിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഹൈവേ വന്നപ്പോൾ പുള്ളിക്ക് പിന്നെ ഇത് കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഭ്രാന്തായിട്ട് അയാൾ അവിടെ ഒരു സ്ഥലത്ത്, അങ്ങനെയാണ് കോത്തായി മുക്ക്. അയാൾ അവിടെ ഭ്രാന്തായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് കോത്തായി മുക്ക്. അപ്പോൾ ഈ കള്ളൻ ഇവിടുത്തെ വളരെ പ്രശസ്തനായ കള്ളനാണ്. അപ്പോൾ ഈ കള്ളൻ വന്നു ഇവിടെ, അതായത് വലിയ തറവാടും ഭയങ്കര സ്ഥലം, സ്വർണ്ണവും അത് ഇതെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കള്ളൻ വന്നിട്ട് അപ്പുറത്ത് അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ അവിടെ ഒരു അമ്മാവൻ, പടിഞ്ഞാറേ മാളികയിലെ ഒരു അമ്മാവൻ, ഇതിൽ നടുക്കൊരമ്മാവൻ, ഇവിടെ ഒരു അമ്മാവൻ, 3 ആളുണ്ട്. അപ്പോൾ ആ അമ്മാവൻ അവിടുന്ന് ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ അടി തുടങ്ങി. ആൾക്കാരും അടി, മറ്റേ മംഗലശ്ശേരി നിലയുടെ സ്റ്റൈല്, പഴയ സ്റ്റൈലാണല്ലോ. അവിടെ തുടങ്ങി. അയാളിപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ അയാൾ കിടന്നു, 9 മണിയാകുമ്പോൾ കിടന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചോ ഇനി കക്ക എന്ന് നോക്കുമ്പോഴേക്ക് ഈ അമ്മാവൻ അപ്പോഴേക്കും ഇവിടുന്ന് വന്നു. അല്ലെങ്കിൽ ഇയാൾ അല്ല ചിലപ്പോൾ ഇയാൾ തുടങ്ങി 9 മണിക്ക്. 9 മണിക്ക് തുടങ്ങി. ഇത് ഏകദേശം ഒരു 11 മണി സേവ, ഒരു 11 മണി വരെ ഇത് പോയി. അപ്പോൾ വിചാരിക്കുമോ ഇനി കക്ക. അപ്പോഴേക്ക് ഇയാൾ എവിടെയോ നായാട്ടിനെല്ലാം പോയിട്ട്, ഇയാൾ രാത്രി നായാട്ടും ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് മറ്റേ മൃഗങ്ങളെയും മറ്റെല്ലാം കൊണ്ടുവന്നിട്ട് തറിക്കലും മുറിക്കലും അടിയും ആഘോഷം തന്നെ. ഇതെല്ലാം കഴിയുമ്പോഴേക്ക് ഏകദേശം എത്ര മണിയായി? ഒരു വേഷം 3 മണി 4 മണിയായി. അന്നത്തെ കാലത്ത് 4 മണിക്ക് പെണ്ണും കണിക്കും. അപ്പോഴേക്കും ഇവിടുത്തെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് രാവിലെ അരി കറക്കാനും അയാൾ 3 ദിവസം ഇരുന്നിട്ട് കക്കാതെ ഇയാൾ പറഞ്ഞു. അങ്ങനെ പോയ ഒറ്റ കോത്തായി പരാജയപ്പെട്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ഇതാണ്. ഞാൻ സന്തോഷമായിട്ട് ആദ്യം കാണുന്നേ എൻ്റെ വീട്ടിനപ്പുറത്ത് റെഡിസ്റ്റാർ കിക്ക് അങ്ങോട്ടിൻ്റെ ക്ലബ്ബിൽ വെച്ചിട്ടാണ്. അന്ന് അവിടെ 7s ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. ഒരു വെള്ള ഗദർ ഷർട്ടും വെള്ള മുണ്ടും എടുത്തിട്ടാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് ഒറ്റവാതിൽ ഇറങ്ങി ആദികദാസന്മാരും. അപ്പോൾ സന്തോഷേട്ടൻ ഫുട്ബോൾ കളിച്ചിരുന്നു എനിക്കറിയാം. സന്തോഷേട്ടൻ മാത്രമല്ല, എഴുത്തുകാർ പലരും. അൽബർ കാമോ അൾജീരിയൻ്റെ ഗോൾ കീപ്പറായിരുന്നു. പിന്നെ നബക്കോവ് ഗോൾ കീപ്പറായിരുന്നു. പിന്നെ ഞാനും റെഡിസ്റ്റാർ ക്ലബിൻ്റെ ഗോളിയായിരുന്നു, പക്ഷേ ഒരു പരാജയപ്പെട്ട ഗോളിയായിരുന്നു. പി കുഞ്ഞിരാമൻ നായർ ഗോളിയായിരുന്നു. അത് പരാജയപ്പെട്ട ഗോളിയാണ്. അപ്പോൾ ഈ സാൽഗോക്കറിന് വേണ്ടിയിട്ട് സന്തോഷേട്ടൻ്റെ അച്ഛൻ ചന്ദ്രേട്ടൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോവലിൽ മാതംഗലീലയിൽ ഫുട്ബോൾ കടന്നുണ്ട്. അപ്പോൾ ഈ ഫുട്ബോൾ സാഹിത്യം അതെങ്ങനെയാണ് ഉള്ളിലേക്ക്? അല്ല, അത് കുട്ടിക്കാലം മുതൽ അച്ഛൻ സാൽഗോക്കറിന് വേണ്ടി കളിച്ചതാണ്. അച്ഛൻ ബാങ്ക്മാൻസിലും ലക്കി സ്റ്റാറിനും അന്നത്തെ വലിയ പ്ലെയർ ആയിരുന്നു. എൻ്റെ കുടുംബത്തിലെ ആൾക്കാർ, നമ്മുടെ കുടുംബത്തിലെ എഴുത്തുകാരില്ല. AC കണ്ണൻ നായർ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അമ്മാവൻ മാത്രമാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത കുഞ്ഞിക്കണ്ണൻ വലിയച്ഛനാണ്. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അത് ഒരു ശൂർപ്പണക എന്നിട്ട് നോവൽ എഴുതിയിട്ടുണ്ട്. അന്ന് കിട്ടാനില്ല, അത് എവിടെ പോയിന്നറിയില്ല അതിൻ്റെ ഇത്. അപ്പോൾ അദ്ദേഹം അല്ല അങ്ങനെ. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അധികവും നല്ല പ്ലെയേഴ്സാണ്. അച്ഛൻ്റെ
മൂത്ത ചേട്ടൻ നല്ല അത്ലറ്റായിരുന്നു. അത് ശരി. പിന്നെ രണ്ടാമത്തെ ആളും നല്ല അത്ലറ്റായിരുന്നു, മറ്റേ കുഞ്ഞിക്കണ്ണം വിളിച്ചൻ എന്ന് പറഞ്ഞത്. പിന്നെ അപ്പോൾ പിന്നെ അച്ഛൻ്റെ മറ്റേ വേറൊരു ചേട്ടനുണ്ട് അപ്പുകുട്ടൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ഫുട്ബോൾ കളിക്കുക, അത്ര വലിയ ഒരു പ്ലെയർ ഒന്നുമല്ല, സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്ന. അച്ഛൻ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. അച്ഛൻ പിന്നെ സർഗോക്കോർ ഗോവക്കും കണ്ണൂർ പിന്നെ ഇതിനെല്ലാം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ സന്തോഷ് ട്രോഫിയിലൊക്കെ പോവാം. അപ്പോൾ ആ സമയത്ത് കേരളത്തിന് കളിക്കുമ്പോഴൊക്കെ ഗോവയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഗോവയിൽ പോയിട്ട് സൽഗോക്കറിന് വേണ്ടി കളിച്ചു. അപ്പോൾ ഒരു 2 വർഷം 3 വർഷമൊക്കെ സൽഗോക്കറിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിരാമേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേങ്ങാട്ട് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞു, അദ്ദേഹം അച്ഛൻ്റെ കൂടെ കളിച്ചു. പിന്നെ അദ്ദേഹം പിന്നെ മാനേജറെല്ലാം ആയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ അച്ഛൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര സ്പോർട്സ് സ്പിരിറ്റാണ്. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഒരു ചേട്ടൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഭയങ്കര കോമഡിയാണ്. പുള്ളി രാജഭവൻ വലിച്ചൻ പുള്ളി അന്ന് എന്താക്കുന്ന വെച്ചാൽ പിന്നെ ഈ നമ്മൾ കൊയ്യൂലേ, കൊയ്തിട്ട് മറ്റേ കറ്റ ഉണ്ടാവൂലേ, അത് തച്ച് കഴിഞ്ഞിട്ട് ആ കറ്റ ഉണ്ടാവൂലേ, വൈക്കോല് ഇങ്ങനെ ബെഡ് പോലെ കിടത്തും. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഡൈവ് ചെയ്യും. ഇതിന്റെ മുകളിൽ ഡൈവ് ചെയ്യുന്നത്. അങ്ങനെ ഡൈവ് ചെയ്ത ഒരാൾ. എന്നിട്ട് പുള്ളി ഭയങ്കര, എന്നിട്ട് പിന്നെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഞാൻ പറഞ്ഞു കേട്ടാ എന്താണ് സത്യാവസ്ഥ എനിക്കറിയില്ല, പക്ഷെ കേരളത്തിലെല്ലാം കളിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇയാൾ റിസർവ്ഡ് ആയിട്ടുള്ള ഗോളിയായിരുന്നു. അപ്പോൾ ഇന്ത്യയും പിന്നെ വേറെ ഏതോ ഒരു വിദേശ ടീമുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് കോച്ച്, അതായത് മറ്റേ ഗോളിയുടെ കൈയൊടിഞ്ഞു, കയ്യിൽ പ്രശ്നമായിട്ട് 2 ഗോളോറ്റ വീണു, അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്ക് അതിൻ്റെ കൃത്യമായ സത്യാവസ്ഥ അറിയില്ലല്ലോ, അത് പറയുന്ന കേട്ട കഥയാണ്. അപ്പോൾ എന്നിട്ടും അയാൾ തന്നെ വെച്ചോണ്ടിരുന്നു. അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫിൽ പുള്ളീനെ ഇറക്കി ഫുള്ള് കംപ്ലീറ്റ് സേവ് ചെയ്തു പുള്ളി. ഇത് ഇടുന്ന മറ്റേ വൈക്കോലിൻ്റെ മുകളിൽ പറക്കുന്നതല്ലേ, ഫുൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളീനെ ഇന്ത്യൻ ടീമിൽ എന്നെ ഇതാക്കുമ്പോൾ പുള്ളി പറഞ്ഞു പോടാവില്ലേ എന്ന് പറഞ്ഞിട്ട്, നീ മറ്റേ ഇതല്ലടാ, നീ ആ ഗോള് വീഴുമായിരുന്നോ, നീ എന്നെ കുറച്ച് നേരത്തെ കൂടി കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോള് വീഴില്ലല്ലോ, പിന്നെ നീ എന്നോട് അധികം വർത്താനം പറയാണ്ട് ഗോളിനെ ഇടിക്കുക അല്ല മറ്റേ കോച്ചിനെ ഇടിക്കാൻ ചെയ്തിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. പിന്നെ ഫുള്ള് കള്ളുകൂടിയായി പോയി. അവിടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്. ഞാൻ റാഡിക്കൽ ക്ലബ്ബ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗോളിയായിരുന്നു. ഞാൻ ഗോൾ കീപ്പറായിരുന്നു. അപ്പം പിന്നെ ഞാനിവിടെ എല്ലാം ഒരു അന്ന് 200 ടീം പോലും വിളിച്ച് എന്നെ പല ടീം ഇറക്കാറുണ്ട്. ഗോളി അത്യാവശ്യം. പിന്നെ നമ്മൾ ആ കളിയിലേക്ക് അങ്ങനെ പോയിട്ടില്ല. ലിറ്ററേച്ചറും ഈ ഫുട്ബോളും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതെ അല്ല, ഞാൻ കുട്ടിക്കാലം മുതലേ അച്ഛൻ ഈ മർഫി റേഡിയോ ഉണ്ടല്ലോ, ഇതിൽ നല്ല ക്രിക്കറ്റും കളിക്കുമ്പോഴും നമ്മൾ മണ്ണിൽ പണിയെടുക്കുമ്പോഴൊക്കെ അച്ഛൻ ഇതും വെച്ചിട്ട് കമൻട്രിയും കേട്ടോണ്ടിരിക്കും. പിന്നെ ഫുട്ബോൾ തന്നെ ആ കാലഘട്ടത്തിൽ നമ്മളെ നാട്ടിലെല്ലാം വേടത്താണെങ്കിലും എല്ലാ സ്ഥലത്തും ഫുട്ബോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഫുട്ബോളിന്റെ ലാറ്റിൻ അമേരിക്കൻ ലാൻഡ്സ്കേപ്പ് ആണല്ലോ. അതെ ഇപ്പൊ പോയി മുമ്പ് ഇപ്പൊ മലപ്പുറത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ പിന്നെ സന്തോഷമായിട്ട് ഒരു കഥയുണ്ടല്ലോ, ഉഭയജീവിതം, ഇവിടെ വെച്ചിട്ടല്ലേ അത് എഴുതി? എഴുതി കഴിഞ്ഞ് പേന പിന്നെ കുത്തിപ്പൊട്ടിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. അതില് തവള പാമ്പിനെ വിഴുങ്ങുന്ന അതില് ഈ ഹാ വിജയിഷു മൃത്യുവിനാവുമോ ജീവിതത്തിന് കൊടിപ്പടം താഴ്ത്താൻ എന്ന് പറഞ്ഞു. ജീവിതം മരണത്തിനെ മറികടക്കുന്ന ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് വേ ഓഫ് തോട്ടായിരുന്നു ഉപജീവിതത്തിലുണ്ടായിരുന്നത്. അത് ശരിക്കും സന്തോഷേട്ടൻ്റെ പല കഥകളിലും ഞാൻ മനസ്സിലാക്കി ഒരു കുറച്ചും കൂടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ലോകത്തെ കാണാനുള്ള ഒരു ശ്രമം ആഖ്യാനത്തിൽ ഞാൻ കണ്ടത്. അങ്ങനെയാണോ ജീവിതത്തെ അങ്ങനെ കാണാൻ? ഞാൻ അങ്ങനെ കാണാതെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ലൈഫിനോടുള്ള. ഞാൻ ആ പെർസ്പെക്റ്റീവിലാണ് ലൈഫിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ജീവിതത്തിൽ പിന്നെ പരാജയപ്പെടാൻ തയ്യാറാവാത്ത ഒരുത്തനാണ് ഞാൻ. സത്യം, എനിക്ക് അങ്ങനെ ഇതുണ്ട്. ഒരു ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങളൊന്നുമില്ല, ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. എന്തിനാണ് നമുക്ക് വരുന്ന സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ല, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ തറവാട് എന്നൊക്കെ ഉള്ളൂ കേട്ടോ, നട്ടദാരിദ്ര്യമായിരുന്നു ഇതിൻ്റെ അകത്ത് എനിക്ക്. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഇതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിഭീകരമായ പിന്നെ കഷ്ടപ്പാടുകളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ കഷ്ടപ്പാടും ഇതിനകത്ത് ഈ പറയുന്ന പോലെ അപമാനവും, പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഇമ്മൻസ് റിച്ചും മറ്റെല്ലാം. പക്ഷെ നമ്മളാകെ തകർന്നു പോയി. ആ തകർച്ച കൊണ്ടാണ് ഈ തറവാട്ടിൽ ആരും താമസിക്കാത്ത ഈ തറവാട്ടിലേക്ക് നമ്മൾ കയറി വന്നത്. ഗതികേട് കൊണ്ട് കയറി വന്നു, അച്ഛനോടെ കൊണ്ടുവിട്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ വല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. പിന്നെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയതാണ്. ആത്മഹത്യക്കും മറ്റേ ഇതിനും ജീവിതത്തിനും ഇടയിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ കടന്നുപോയ ഒരു സമയമാണ്. പിന്നെ ഈ എഴുത്തിൻ്റെ ഭ്രാന്തും ഇതൊക്കെ കൂടിയിട്ട് ആകെ ഒരു തലേൻ്റെ അകത്ത് കിളി പോയ അവസ്ഥയായിരുന്നു എനിക്ക്.
ആ സമയത്താണ് ഞാൻ ഈ ഉപജീവിതം എന്ന് പറഞ്ഞൊരു കഥ എഴുതുന്നത്. ആ കഥ എഴുതി രാത്രി ആ വരാന്തയിൽ വെച്ചിട്ടാണ് ഞാൻ അത് കഥ എഴുതിയിട്ട് എൻ്റെ പേന ഞാൻ കുത്തി ഉടച്ചു. എന്തിനാ കുത്തി ഉടച്ചതെന്ന് എനിക്കറിയില്ല. എഴുതി കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ. ആരും ഉണ്ടായിരുന്നല്ലോ. രാത്രി ഒരു 2 മണിക്ക് പേന കുത്തി ഒടിച്ചിട്ട് പൊറിച്ച് എറിഞ്ഞിട്ട് ഞാൻ ആ വരാന്തയിൽ കിടന്നിട്ട് ഒറ്റ കിടന്ന് കരഞ്ഞു കുറേ സമയം. അത് ഭയങ്കരമായ ഒരു എന്താണെന്ന് പറയേണ്ടത്, ഒരു ഒരു റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ വേറൊരു കഥാർസിസ് ഒക്കെ സംഭവിക്കൂലേ. അതെ 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 അതെ. അപ്പോൾ ആ വരി എഴുതി വെച്ചിട്ടാണ് ഇത് കിടന്ന് കരഞ്ഞത്. ഇപ്പൊ മരണം എന്ന അതിൻ്റെ അതിൽ പറയുന്നില്ലേ, മരണത്തിന്റെ മുകളിൽ നമ്മൾ നേടുന്ന വിജയമാണ് ജീവിതം. മരണത്തെ തോൽപ്പിക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അത് പരാജയത്തെ തോൽപ്പിക്കുന്ന പരിപാടി. അതിൻ്റെ എക്സ്റ്റൻഷനാണ് യഥാർത്ഥത്തിൽ എൻ്റെ എല്ലാ കഥകളും. പിന്നെ കഥ വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം ഒരു കഥ, അല്ലാതെ വീണ്ടും നമ്മളെ പിന്നെ നിരാശയിലേക്കും ട്രോമയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല ഒരു കഥ എഴുതുന്നത്. ഒരു കഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പരാജയങ്ങളുടെ വലിയ ഒരു ശ്രേണി തന്നെ ഉണ്ടാവും, ഒരു ചങ്ങല തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അറ്റത്ത് എവിടെയോ എന്തുണ്ട്, ഒരു വിജയവും ഒരു പ്രതീക്ഷയും നമ്മൾ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഥ എഴുതുന്നത്. ഈ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേ സന്തോഷേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ്. സംശയമില്ലല്ലോ. ഗൃഹലക്ഷ്മിയിൽ വായിച്ചിട്ട് ഞാൻ കരഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സന്തോഷേട്ടൻ അങ്ങനെ? അമ്മ ഈ പറയുന്ന പോലെ അമ്മ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരാളാണ്. ഒരുപാട്. കാരണം വെച്ചാൽ ഒന്ന് കൂട്ടുകുടുംബ ജീവിതം. അപ്പോൾ ഇവിടെ പേടകം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനൊക്കെ അങ്ങോട്ട് താമസം മാറി. അച്ഛനെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് അങ്ങോട്ട് വന്നു. പിന്നെ ഈ അമ്മ അതിനകത്തായി. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ കൂട്ടുകുടുംബം, ഇത്രയും അമ്മാവന്മാർ, പിന്നെ വല്യച്ഛൻ വലിയ ജന്മിയായിരുന്നു. അപ്പോൾ തോട്ടം, അവിടെ ഒരുപാട് ആൾക്കാർ, പണിക്കാർ, ഇവർക്കെല്ലാം കഞ്ഞി വെച്ച് കൊടുക്കൽ തന്നെ പണി. ജീവിതം മുഴുവൻ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവരിങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അന്ന് ഒരു മുളക് പൊടി കിട്ടൂല, മല്ലിപ്പൊടിയില്ല. ഇതെല്ലാം തന്നെ എന്താണ് ഈ വലിയ കല്ലിലിട്ട് അരക്കണം. ഈ അരച്ചിട്ടാണ് ഇവർക്ക് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എൻ്റെ ഇളയമ്മയും അതിൻ്റെ പാവം മരിച്ചുപോയി, ചെറിയമ്മ. അപ്പോൾ അങ്ങനത്തെ അമ്മയാണ്. പിന്നെ വീട്ടിലുള്ള വേറെ രീതിയിലുള്ള ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേറെ കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി ജീവിതം പിടിച്ച് നിർത്തിയാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് പണ്ടേ ആത്മഹത്യ ചെയ്തേനെ. അപ്പോൾ ആ ഒരു ഇച്ഛാശക്തി എൻ്റെ അമ്മക്കുണ്ട്. ആ ഇച്ഛാശക്തി എനിക്ക് എൻ്റെ എഴുത്തിലും കിട്ടിയിട്ടുണ്ട്. അമ്മ പരാജയപ്പെടുന്ന ഒരാളല്ല, ഭയങ്കര പവർഫുള്ളാണ്. ഭീകരവാദം, അവർ കരുത്തുണ്ട്. കാണുമ്പോൾ കരുത്തില്ലാന്ന് തോന്നും, പക്ഷെ നല്ല കരുത്തുള്ള ആളാണ്. പിന്നെ അമ്മ തന്നെയാണ്. അപ്പം നമ്മളെ ഇവിടെ അല്ലെങ്കിൽ എന്നെയൊക്കെ കൊണ്ട് പണ്ടേ എൻ്റെ അമ്മയുടെ ലൈഫിലാണെങ്കിൽ എൻ്റെ അമ്മ പണ്ടേ ആത്മഹത്യ ചെയ്തേന്. പക്ഷെ എൻ്റെ പെങ്ങളെയും എന്നെയും നോക്കി അമ്മ 500 രൂപ അമ്മ കൊടുത്തു കഴിഞ്ഞാലും. ഇപ്പം ഞാനിവിടെ ജീവിക്കുന്ന സമയത്ത് 17ാമത്തെ വയസ്സിൽ ഈ വീട് നോക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് അന്നൊരു 500 രൂപ കൊണ്ടുകൊടുത്താലും അമ്മ ഇവിടെ പച്ചക്കറിയൊക്കെ നട്ട് പശുവിനെയൊക്കെ വളർത്തി അങ്ങനെ ഇവിടെ ചീരയും മറ്റേതെല്ലാം ഉണ്ടാക്കി. പിന്നെ ഞാനും കണ്ടത്തിൽ കുറേ കിഴങ്ങൊക്കെ നടും, വെള്ളരിക്ക നടും. ഇതെല്ലാം വെള്ളം വെച്ചിട്ട് നമ്മൾ തോടുണ്ടല്ലോ ഇവിടെ താഴെ, അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജീവിതം അങ്ങനെ കൊണ്ടുപോയതാണ്. 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപേനനുസരിച്ച് ജീവിക്കും, 500 രൂപ ജീവിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. വേറെ ആഘോഷങ്ങളൊന്നുമില്ല. ഒരു നല്ല ഫുഡൊക്കെ കഴിക്കുന്നതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ ഒരു 28 വയസ്സൊക്കെ ആയിട്ടാണ് അത്യാവശ്യം നല്ല ഫുഡ്, 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നല്ല ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. നമ്മൾ പുറത്തു പോയിട്ട് അങ്ങനെ എന്തെങ്കിലും തിന്നല്ല കേട്ടോ. നമ്മൾ വീട്ടിനകത്ത് ഒരു കഞ്ഞി, ഒരു ചോറും ഒരു കൂട്ടാനും ഉണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദുർഗ ഹൈസ്കൂളിൽ സന്തോഷമായിട്ട് ജോലി, മലയാളം അധ്യാപകനായിട്ട് ജോലി കിട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ച് മുഴുവൻ സമയം എഴുത്തുകാരനായി മാറിയാണുണ്ടായത് അല്ലേ? അതെ അതെ. അപ്പോൾ അത് ഭയങ്കര റിസ്ക് ആയിരുന്നില്ല? ഞാൻ പറയട്ടെ, ഇപ്പോൾ ബെന്യാമിൻ കെ.ആർ. മീര, പിന്നെ നിങ്ങൾ മാത്രമേ തോന്നുന്നു മലയാളത്തിൽ ഫുൾ ടൈം റൈറ്ററായിട്ട് നിൽക്കുന്നത്. എനിക്കൊക്കെ ഭയങ്കര പേടിയത്. അതിനുള്ള ധൈര്യം അതെങ്ങനെയാണ് അതിലേക്ക്? ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ചെറിയ കാലം മുതലേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടേ ഞാൻ നടന്നിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ചില ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ഞാൻ ലൈഫിൽ പല രീതിയിലും റിസ്ക് എടുത്തിട്ടും ഒക്കെ ഉണ്ട് കാര്യങ്ങൾ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടെൻഷനും ഇല്ല, ടെൻഷൻ ഫ്രീ ആണ് ഞാൻ. അല്ല, അത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ സ്കൂളിൽ ടെമ്പററി ആയിട്ട് കുറേ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലും തുടങ്ങി. അതിനുശേഷം പിന്നെ ആ സമയത്തും സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പിന്നെ അടച്ചുപൂട്ടിയാണോ? അല്ലല്ല, അത് പിന്നെ കൊടുത്തു. പിന്നെ നമ്മളെ പ്രീ ഡിഗ്രി മറ്റേ വേർപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ സമയത്ത് പിന്നെ
നമുക്ക് കുട്ടികളില്ലാണ്ടായി. അപ്പോൾ അങ്ങനത്തെയൊക്കെ വലിയ പ്രശ്നം വന്നു. പിന്നെ ഇപ്പോൾ SLC പിന്നെ വിജയ ശതമാനം കൂടി. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ എനിക്ക് പെർമനൻ്റായിട്ട് കിട്ടി. പെർമനൻ്റായിട്ട് കിട്ടിയപ്പോൾ അപ്പോഴേക്കും ഞാൻ ഈ എറണാകുളത്തൊക്കെ വന്ന് സിനിമയിലും അതിലൊക്കെ ആയിട്ട് സീരിയലൊക്കെ വന്നു. പിന്നെ സിനിമയിലേക്ക് ഒന്ന് കയറിയ സിനിമ ജസ്റ്റ് ഒന്ന് കയറിയല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ ഒന്ന് അന്നേ റസൂലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നിദ്ര മാത്രം അങ്ങനെ ചെയ്തേ ഉള്ളൂ. പിന്നെ ഒരു ബാച്ചലർ പാർട്ടി എന്ന് പറഞ്ഞാൽ ബാച്ചലർ പാർട്ടിയൊന്നും ചെയ്തിട്ടില്ല. ബാച്ചലർ പാർട്ടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം പിന്നെ നിദ്ര മാത്രമേ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് കാശൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അന്ന് എൻ്റെ ഭാര്യ പെർമനൻറ്റും ആയിട്ടില്ല, കോളേജിലും പെർമനൻ്റ് ആയിട്ടില്ല. അങ്ങനെ ഭയങ്കരമായ അരക്ഷിതാവസ്ഥേൻ്റെ അകത്താണ് ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ എഴുതിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. സിനിമ എനിക്ക് കിട്ടും, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ആത്മവിശ്വാസം, അപകടകരമായ ആത്മവിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ഇവിടെ വന്നിട്ട് ജോലി വിട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. സ്കൂളിലും പ്രശ്നമായി, കുടുംബത്തിനകത്തും പ്രശ്നമായി, പിന്നെ ഫ്രണ്ട്സും ഇതായി. പിന്നെ മാത്രമല്ല, പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ അവിടെ സിനിമേൻ്റെ ഡിസ്കഷൻ നടക്കും. അപ്പോൾ നമ്മളെങ്ങനെ ഒന്ന് ഹൈവേയിലേക്ക് ഒന്ന് കയറി സിനിമയുടെ, അപ്പോൾ പിന്നെ അത് വിട്ടുപോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. പിന്നെ ഇവിടെയാണെങ്കിൽ സുരക്ഷിതമാണ്. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. അവിടെ പോലും ഇവിടെ പാല് കാച്ചലോ അവിടെ മറ്റേ ഇതെന്ന് പറയുന്ന പോലെ അത് നടക്കില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് വിടാം എന്നിട്ട് അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ നേരെ വന്ന് റോട്ട് വെറുതെ നിൽക്കുകയാണ്. എനിക്ക് ഇങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല. സിനിമയൊന്നും അങ്ങനെ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. ആ സമയത്ത് 2 ദിവസം കഴിയുമ്പോഴാണ് രാജീവ് രവി എന്നെ വിളിക്കുന്നത്. എടാ നമുക്കൊരു പടം ചെയ്യാമല്ലോ, നീക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? അതാണ് അന്നേ റസൂൽ. ഭയങ്കര അതോടുകൂടി പിന്നെ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ പടങ്ങൾ വന്നു. അപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് കോളേജിൽ ജോലിയായി. പിന്നെ അവളുടെ കാര്യങ്ങൾ അവൾ നോക്കും. പിന്നെ വേറെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ ജോലി വിട്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടമൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. എവിടെ വേണമെങ്കിലും നടക്കാം, എപ്പോൾ വേണമെങ്കിൽ ഉറങ്ങി എഴുന്നേക്കാം. ഈ അന്നേ റസൂലിനെ കുറിച്ച് സന്തോഷമായിട്ട് പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാരണം ഈ ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറയുന്നത് അതിന്റെ തുടക്കം ഇട്ടത് പിന്നെ അതായത് അന്നേ റസൂലിന് ശേഷം അന്നേ റസൂലിന് മുമ്പ് പറയുന്ന നമ്മളെ മലയാള സിനിമയെ നമുക്ക് ശരിക്കും അതിലേക്ക് എങ്ങനെയാണ് അല്ല, അത് രാജീവ് രവിനെ പോലെ. രാജീവിനെ എനിക്ക് പണ്ടേ പരിചയമുണ്ട്. ഞാൻ പിന്നെ പ്രസ് അക്കാദമിയിലാണല്ലോ പഠിച്ചത്. ആ സമയത്ത് പിന്നെ ഞാൻ മഹാരാജാസ് കോളേജിലെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഒരാളായിരുന്നു രാജീവ് രവി. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും അതിൻ്റെ പുസ്തകം വായിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കും, മലയാളം ഇംഗ്ലീഷും എല്ലാം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. പിന്നെ അറിയാലോ, പിന്നെ പുള്ളി അവിടുന്ന് വ്യത്യസ്തമായ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതെ ആദ്യത്തെ പടം. അപ്പോൾ പുള്ളി എന്നെ പറഞ്ഞു നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ സിനിമകളിൽ ഇല്ലാത്ത കൾച്ചറാണ്, കൾച്ചറിൽ ഭാഷയെല്ലാം പെടും. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കംപ്ലീറ്റ് തെണ്ടി നടന്ന് അവിടുത്തെ പാട്ടും ഈ പറയുന്ന അതിൻ്റെ കൾച്ചറും എല്ലാം കൂടി 250 സീൻ എഴുതി. 250 സീൻ സിനിമയ്ക്ക് വേണ്ട. പിന്നെ അതിൽ നിന്ന് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഒരു 141 സീനുണ്ട്. 140 അത് കുഞ്ഞു സീൻസാണ്. അത് ആ ഡയറക്ടറുടെ സിനിമ ആയതുകൊണ്ടാണ്. ആ ടൈപ്പ് കുറച്ച് ചെറുത് ചെയ്തായിരിക്കും. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ സിനിമ സമൂഹത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് കളിക്കുന്നത്. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ തെരുവിലിരിക്കുന്ന പോലെയുള്ള ഫീല് വരും. പിന്നെ എല്ലാ കഥാപാത്രവും എത്ര ആൾക്കാർ ഇപ്പം രക്ഷപ്പെട്ടു, അതിൽ വന്ന ആൾക്കാരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് വന്നു. അതായത് സുന്ദരന്മാരുടെ മുഖം സിനിമയ്ക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ ഇതാക്കി. ജീവിതവും ആണ് വേണ്ടത്, ക്യാരക്ടറുകളാണ് വേണ്ടത്, അല്ലാതെ നായകന്മാരല്ല എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ വന്നു. ഇടുക്കി ഗോൾഡ് ഒരു ചെറുകഥ, അത് മാതൃഭൂമിയിലും കഥ ഗംഭീര കഥയായിരുന്നു. ഇത് ഈ മാതംഗലീലയുടെ ഒരു മാതംഗലീലയുടെ മൂടുള്ള ഒരു കഥയാണ് അത്. പക്ഷേ ഇടുക്കി ഗോൾഡ് എന്ന കഥ എഴുതിയ ഒരാളെന്ന നിലയിൽ ആ സിനിമ കണ്ടപ്പോഴെന്താ തോന്നി? സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ ചില സന്ദേശങ്ങൾ എനിക്ക് അത്രയധികം അതിൽ ഒരു മയക്കുമരുന്നിനെ ഭയങ്കരമായിട്ട് ഒരു കഞ്ചാവിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചില സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചില സീൻസൊക്കെ. പക്ഷെ അതിൻ്റെ അവസാനം പറയുന്നത് മയക്കുമരുന്നല്ല, പിന്നെ സൗഹൃദമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷെ അതിന് നമുക്ക് ആ കഞ്ചാവിനോടൊക്കെ താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ചില കുറേ ഷോട്ടുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എനിക്ക് ചെറിയ പർപ്പസ്ഫുള്ളി ചെയ്ത ചില ഷോട്ട്സ് ഉണ്ട്. ഈ മറ്റേ ഇവൻ്റെ പഴയ നടനല്ലേ
നമ്മുടെ രോഹിണിയുടെ രഘുവരൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ വെച്ചിട്ട് മറ്റേ പുകച്ചിട്ട് അതിൻ്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അതെല്ലാം പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഷോട്ടാണ്, അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, അപ്പം അങ്ങനെയാണ് സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ സമൂഹത്തെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യും. വയലൻസ് ഇവിടെ പിന്നെ നമ്മളിപ്പോൾ കുട്ടികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വയലൻസ് ഉള്ള മറ്റേ ഇതല്ലേ, മറ്റേ ഗെയിംസ് അല്ലേ. ആ ഗെയിംസ് എന്തുമാത്രം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ. അതേപോലെ സിനിമകൾ അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ സിനിമകളിൽ നമ്മൾക്കൊരു തെറ്റ് കാണിക്കാതെ ഒരു ശരി കാണിക്കാൻ പറ്റില്ല. തെറ്റുണ്ടെങ്കിൽ മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ഇത് കഞ്ചാവിൻ്റെ ഉപയോഗം കാണിച്ചുകൊണ്ട് ഇതല്ല, കഞ്ചാവിൻ്റെ ഉപയോഗമല്ല നമ്മൾ നമ്മൾ ഉപയോഗം പാടില്ല, അത് ശരിയല്ല, അത് സമൂഹത്തിന് വലിയൊരു ഭവിഷ്യത്ത്, ഭയങ്കരമായ അപകടകരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നാണ് സിനിമയിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഈ ലഹരി, ഇതിൻ്റെ ലഹരി, അതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരെ കൂടി ഭയങ്കരമായി ഈ പറയുന്ന പോലെ അതിനെന്താ പറയുക, സ്വാധീനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവർക്കും കൂടി അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ലഹരിയിൽ അവരും വിട്ടുപോയി. അവർ ലഹരി ഉപയോഗിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ആ ലഹരി ഉണ്ടാക്കുന്ന ആ ഇതുണ്ടല്ലോ, ആ ഭ്രമാത്മകമായ ലോകം, ആ ലോകത്തിലേക്ക് അവരും കൂടി പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ തെറ്റായ സംഭവം എന്ന് പറയുമ്പോൾ ഈ തെറ്റായ വായനകൾ, അതിവായനകൾ പലപ്പോഴും നമ്മുടെ സാഹിത്യത്തിൽ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ബിരിയാണി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. പക്ഷേ അതിലെ പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് സന്തോഷം, പൊളിറ്റിക്സ് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആ കഥയെ വിമർശിച്ചുകൊണ്ട് പലതരം അഭിപ്രായങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഞാൻ കാണുകയും വായിക്കുകയും. അതിപ്പോൾ പുതിയ കാലത്ത് മതകേന്ദ്രീകൃതമായിട്ടുള്ളൊരു രാഷ്ട്രീയം കടന്നു വരുന്ന ഒരു അപകടകരമായ ഒരു സ്പേസ് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അത് സമകാലിക തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെ നോക്കിക്കാണുന്നു? എൻ്റെ ബിരിയാണിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമായിരുന്നു. നമ്മൾ ആ കഥ വായിക്കാത്ത ആൾക്കാർ, പിന്നെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ അതേപോലെ വിഴുങ്ങുന്ന ആൾക്കാർ, മനസ്സിലായോ? പിന്നെ ആരെങ്കിലും ചീത്ത പറയാൻ കാത്തിരിക്കുന്ന ആൾക്കാർ, പിന്നെ ഒരു ഹിംസാത്മകമായ ഒരു മാനസികാവസ്ഥയിലെ അഭിരമിക്കുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഒരാൾ ആക്രമിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ ആക്രമിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസാണത്. ആൾക്കൂട്ടം. അതെ 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 അതെ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ഉള്ള ആളുകളാണ് ഇതിനെ കുറച്ച് കൊണ്ടാടിയത്. കുറച്ച് ആൾക്കാർ കൊണ്ടാടാനുണ്ടായിട്ടുള്ളൂ. പക്ഷെ വളരെ വേഗം തന്നെ ആ ഒരു ആൾക്കൂട്ട ആക്രമണം മാറുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അങ്ങനെ പിന്നെ വന്ന എല്ലാ വായനക്കാരും ബിരിയാണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇതുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം. കാരണം നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടോ കേരളത്തിൽ? അങ്ങനത്തെ ഇല്ല. അപ്പോൾ പക്ഷെ അത് ചില ആൾക്കാർ രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള. അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇത് തന്നെയാണ്, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് മതങ്ങൾ കയറി വരുമ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. അത് എല്ലാ കാലഘട്ടത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. അത് അപകടകരമാണ്, വളരെ അപകടകരമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞേക്ക് ഇപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാലും മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാലും അതിൽ രാഷ്ട്രീയം ഇടപെടുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, അല്ലേ? ഇപ്പോൾ ഇറാൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ സാധനം വന്നു, എന്താ സംഭവിച്ചത്? ഷാഭരണം കൊടുത്ത താഴെ ഇറക്കി. ഷാഭരണത്തിനോട് താഴെ ഇറക്കിയിട്ട് ആര് കയറി? ഖൊമൈനി കയറിയിട്ട് ഖൊമൈനി അടുത്ത പ്രാവശ്യം ചെയ്ത കാര്യം എന്താണ്? അദ്ദേഹത്തിന് അധികാരം കിട്ടി, തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പിന്നെ അപ്പം തന്നെ ഷിയാസുകളോട് പറഞ്ഞു, അവിടുത്തെ ഇറാഖിലെ ഷിയാസുകളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുക, കാരണം അവിടെ സുന്നിയാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ന്യൂനപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സദ്ദാം ഹുസൈനെതിരെ പിന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ സുന്നികളോട് യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് അപകടം മനസ്സിലാക്കിയിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള ശ്രമത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ആ വലിയ എത്രയോ 8 വർഷം നീണ്ടു നിന്ന വലിയ യുദ്ധം അവിടെ സംഭവിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? മതത്തിൻ്റെ അകത്തെ മതം ബെസ്റ്റാണ്. യുവാൻ നോവ ഹരാരി പറയുന്നത് വെച്ചാൽ മതമാണ് മനുഷ്യനെ കൂട്ടിച്ചേർത്തത്. പക്ഷേ അതേ സമയത്ത് തന്നെ മനുഷ്യനെ ഇത്രയും വിഭാഗീയതയിലേക്ക് കൊണ്ടുപോയത് മതമാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഈ മതത്തിനകത്തേക്ക് രാഷ്ട്രീയം കയറി വരുമ്പോൾ ഒരു അധികാരത്തിൻ്റെ പിന്നെ ഒരു ഘടനയിലേക്ക് അത് പോകുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം.
ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മതങ്ങളെ കൂട്ടുപിടിച്ചിട്ടല്ലേ, ജാതികളെയും മതങ്ങളെയും കൂട്ടുപിടിച്ചിട്ടല്ലേ ഇവിടെ ഇപ്പോൾ ഈ സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പോരാട്ടത്തിനിറങ്ങുന്നത് ഓരോ പാർട്ടികളും. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ ഇവർക്ക് എങ്ങനെ മതേതരത്വം പറയാൻ വേണ്ടി പറ്റും, ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റും? അതാണ് പ്രശ്നം. ഇപ്പോൾ മാതങ്കലിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ ആദ്യത്തെ നോവലാണ് സന്തോഷേട്ടൻ്റെ സമകാലികരായിട്ടുള്ള എഴുത്തുകാരെല്ലാം 2-3-4 നോവലൊക്കെ എഴുതി കഴിഞ്ഞു. അതെ അതെ അതെ. നിങ്ങൾ മാത്രമാണെന്ന് തോന്നുന്നത് കുറച്ച് വൈകിയത്. തെറ്റൊന്നും, പക്ഷെ എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ ഇത്രയേ ഉള്ളൂ. പേടിയുണ്ട്. എന്താണ്? കാരണം വെച്ചാൽ എനിക്ക് നോവൽ എഴുതാൻ പേടിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ നോവൽ എഴുതിയപ്പോൾ പോലും ഞാനിങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇവന് ഇത്രയും കഥാപാത്രങ്ങളെയൊക്കെ ഈ കണക്ട് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച്. കഥയാകുമ്പോൾ അത്രേ പ്രശ്നമുള്ളൂ. കഥയാകുമ്പോൾ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് ഇത്രയും വലിയൊരു സംഭവത്തെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കണം, അതൊക്കെ വലിയ പണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകെ ബേജാറായിപ്പോയി. കാരണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണോ എന്നുള്ളത് എപ്പോഴും ഞാനിങ്ങനെ സന്തോഷിനോട്, ഈ സന്തോഷ് കുമാറിനോടൊക്കെ, ഈ ഹരീഷിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയുള്ളൂ ഇത്. അപ്പോൾ പറഞ്ഞ് നീ എഴുത് ശരിയാവും എന്നൊക്കെ അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു നോവലേറ്റ് എഴുതിയത്. നോവലേറ്റ് മലയാളം വർഷോപ്പിന് നോവലേറ്റ് എഴുതി കഴിയുമ്പോഴാണ് പിന്നീട് അത് വായിച്ച ആൾക്കാർ പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട്, ഇതന്നെ നീ. അപ്പോഴേ എനിക്കതിൽ അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊരു 10 അധ്യായം എഴുതുമ്പോഴേക്കും അത് 1 മാസം കൊണ്ടാണ് 10 അധ്യായം എഴുതിയിട്ടാ. 1 മാസം കൊണ്ട്, ഒറ്റ മാസം കൊണ്ട് എഴുതിയത്. അപ്പോൾ നല്ല പണിയെടുത്തിട്ടുണ്ട്, 10-12 മണിക്കൂർ ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട് ഡെയിലി. അപ്പോൾ 1 മാസം കൊണ്ട് അത് എഴുതി തീർത്തിട്ട് അപ്പോഴേക്കും എനിക്കൊരു ഇത് കൊള്ളാമല്ലോ പരിപാടി, ഇതിൻ്റെ സ്വാതന്ത്ര്യവും ഇതൊക്കെ. ഹാർഡ് വർക്ക് വേണം, പക്ഷേ എങ്കിലും അതിന് നല്ലൊരു സ്വാതന്ത്ര്യമുണ്ട് നോവൽ എഴുത്തിന്. കഥ പോലെയല്ല. കഥ എന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു തടവറയിൽ ഇരുന്നിട്ട് എഴുതുന്ന പോലെയാണ് കഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് 10ാമത്തെ അധ്യായം എടുത്ത് കളഞ്ഞിട്ട് 9 മുതൽ അങ്ങോട്ട് 36 അധ്യായം കഴിഞ്ഞു. അങ്ങനെയാണത്. പിന്നെ എഴുതി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സുഖം. ആദ്യത്തെ നോവൽ എന്ന് വിചാരിച്ചത് അല്ല ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം. അത് ലാഭകരമായി 8 നിലയിൽ പൊട്ടി. ഞാൻ കുറേ ലക്ഷങ്ങൾ പോയി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, അതുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തെ നികത്താൻ വേണ്ടിയിട്ട് അതാണ് ഞാനൊരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. 1-2 വർഷം നടത്തിയതിൻ്റെ അനുഭവങ്ങൾ ഒരുപാട്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനതിങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് അതൊരു 4-5 ലക്കം അധ്യായം എഴുതി. അത് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ചെയ്തതാണ്. അപ്പോഴാണ് ഇത് വരുന്നത്. ഇത് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ച. ഇതിൻ്റെ ത്രെഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഒരു ദിവസം ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞാണ്, എൻ്റെ കഥകൾ വായിച്ചിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കഥകളൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു, സാറിന് വേണമെങ്കിൽ ഒരു കഥ വേണമെങ്കിൽ ഒരു ത്രെഡ് വേണമെങ്കിൽ ചെയ്തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ നാട്ടിലുള്ള ഒരു വയസ്സനായെക്കുറിച്ച് പറയുന്നത്. അത് ഞാൻ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊരുത്ത ഒരാളുണ്ട്, അയാൾ എപ്പോഴും നമ്മളോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഒരാനയായിരുന്നു, ഞാൻ 5 പേരെ ചവിട്ടി കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോവലിൽ ഞാൻ നോക്കിയപ്പോഴും എനിക്ക് വെച്ചാൽ റിയാലിറ്റി ഉണ്ട്, അതോടെ മിത്ത് ഉണ്ട്, പിന്നെ സറിയലിസ്റ്റിക് ആയിട്ട് എഴുതുന്നു, മാജിക്കൽ റിയലിസം കടന്നു. അപ്പോൾ ഭയങ്കര അങ്ങനൊന്നും പതറിപ്പോവാതെ വളരെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിന്റെ നറേഷൻ ഉള്ളത്. അതിന്റെ ക്രാഫ്റ്റ് എങ്ങനെയാണ്? അത് ഒരു പ്ലാൻ നോ ഒരിക്കലും ഞാനൊരു പ്ലാൻഡേ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല എനിക്കിത് പേടിയായിരുന്നു എന്ന്. ഞാനൊരു സാധനം എഴുതി വരുമ്പോഴേക്കാണ് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് രൂപപ്പെട്ടത്. ആ ക്രാഫ്റ്റ് രൂപപ്പെടുമ്പോൾ അതൊരു നറേഷൻ, അതായത് ഒരു FIR എഴുതുന്ന ഒരാൾക്ക് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെയാണ് അതിൻ്റെ നറേഷൻ വരുന്നത്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒരു ഭയങ്കര രസകരമായിട്ടൊരു ഒരു താളത്തിലേക്ക് വന്നു ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ടക്നൽ കട്ട് ചെയ്ത് മറ്റേലേക്ക് പോയി ഇങ്ങനെ, അതൊരു നോവൽ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കയറി വന്നു. അപ്പോൾ അത് നല്ല ഒരു രസകരം. അത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ഞാനത് ക്രാഫ്റ്റ് അങ്ങനെ വരുന്നതാണത്. ഞാനത് നോക്കിയ സമയത്ത് ഇപ്പോൾ ഷാജി ഇപ്പോൾ എഴുതുന്നപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ തന്നെ വരുന്നതല്ല, നേരത്തെ പ്ലാൻ സ്വാഭാവികമായിട്ട് വന്നു. നമ്മൾ എഴുതുമ്പോൾ അതെ. പക്ഷെ അങ്ങനെ എഴുതുന്ന സമയത്ത് മരണം വെച്ച് എഴുതുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ട്രോമയിലൂടെ കടന്നു വരുന്നു. കഥാപാത്രങ്ങളുടെ അവസ്ഥയായിരിക്കാം അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ട് ഒരു നെറേറ്റീവ് ആയിരുന്നു മരണവശം. അപ്പോൾ എനിക്കിത് വായിക്കുന്ന സമയത്ത് ആന മനുഷ്യനെ വന്നു. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് ഭ്രാന്തായിട്ടുണ്ടാവില്ലേ? അങ്ങനല്ല, അത് ആ നറേഷൻ
അനുഭവം എങ്ങനെയായിരുന്നു? അതെ, ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ പ്രശ്നം വരും. നമ്മൾ രാത്രി സ്വപ്നം കാണും. കുറെ മിത്ത്. അതെ 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 അതെ. ഈ എഴുതുമ്പോ പിന്നെ എല്ലാം ആന തന്നെ മൊത്തം. നമ്മൾ ഭയങ്കര സംഭവം. നമ്മൾ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലൂടെ ആന പോവും. നിങ്ങൾ പോകുന്നൊരു ഇല്ല മാറിയിട്ടില്ല. വീട്ടിന്റെ മുമ്പിലൂടെ അല്ല, നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ. ചിലപ്പോൾ നമ്മളൊരു പോകുന്ന സ്ഥലത്തായിരിക്കും, ആ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ വലിയൊരു ആനേൻ്റെ ഇത് കാണും. ഇത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ യൂട്യൂബ് നോക്കുമ്പോൾ ആനകൾ തന്നെ ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഈ ആനയുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആനയെ കുറിച്ച് പഠിക്കാൻ സെർച്ച് ചെയ്യുമ്പോൾ അത് യൂട്യൂബ് ഇതിനറിയാം, ഗൂഗിളിനറിയാം ഇവൻ ആനേൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അത് പിന്നെ അങ്ങനെ വരാം, അങ്ങനെ സാധനം. പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ പലപ്പോഴും പോകുന്ന സമയത്ത് നമ്മൾ ഒന്നിൻ്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളെ അടുത്തേക്ക് വരും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ട്. അല്ല, എഴുതുമ്പോൾ അത്തരത്തിലുള്ള ഞാൻ ആ ഫുട്ബോളിൻ്റെ ആ ഭാഗമൊക്കെ എഴുതുമ്പോൾ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട് ഒരു 6-7 ദിവസം പ്രാന്ത് പിടിച്ചിട്ട് അത് എഴുതിയത്. കാരണം ആ ഒരു താല്പര്യത്തിലേക്ക് കൊണ്ടുവരണ്ടേ. വെറും ഫുട്ബോൾ മാത്രം പോരല്ലോ. അപ്പോൾ അത് ഞാൻ കുറേ ആൾക്കാരോടൊക്കെ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ പഴയ ചരിത്രമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാനത് ഇത് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇത് നമ്മൾ ഫുട്ബോൾ മാത്രം എഴുതിയപ്പോഴാണ് അതിലേക്ക് നമ്മുടെ നോവലും കൊണ്ടുവരണം, ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട്. പിന്നെ ചരിത്രങ്ങളൊന്നും തെറ്റാൻ പാടില്ല. പിന്നെ ഇതിപ്പോൾ മിത്തും ഇതിപ്പോൾ രണ്ടും റിയാലിറ്റിയും മിത്തും എല്ലാം കൂടിയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ചരിത്രത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സാധനമല്ല. പക്ഷേ ചരിത്രപരമായിട്ടൊരു സാധനം പറയുമ്പോൾ അത് കറക്റ്റാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നാഗ്ജി ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ആ വർഷം തന്നെ കറക്റ്റായിട്ട് നമ്മൾ തെറ്റി കഴിഞ്ഞ പ്രശ്നമാണ്. ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാനിത് സത്യം പറഞ്ഞാൽ ഷാജി, ഞാൻ പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഒരു 10-11 മാസം കൊണ്ട് എഴുതിയ നോവലാണ്. 11 മാസം കൊണ്ട് ഞാൻ എഴുതി തീർത്തു. കാരണം എനിക്ക് ഈ ഫാൻറ്റസി എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു നാട്ടുകാരായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ആദ്യത്തെ നോവൽ ചിക്കാനും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചു. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. ഇത് പാലക്കാടാണ് എൻ്റെ ടെറൈൻ വരുന്നത്. ഞാൻ ഈ പാലക്കാട് ടെറൈൻ വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് പാലക്കാട് ഭയങ്കര ഒരു നിഗൂഢമായിട്ടൊരു സ്ഥലമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ പറയും ഈ കൊല്ലംകോട് ഭാഗത്തൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള, നമ്മൾ നിഗൂഢമാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ആ ഒരു നീല മലനിരകളും താഴെയുള്ള ഒരു വിശാലമായ പാടങ്ങളും പിന്നെ ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്ന ഈ ഇതാണ് മരങ്ങളും ഇതൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടാവും. ഒരു മഴ പിടിച്ച സമയത്തൊക്കെ അവിടെ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഫീലായിരിക്കും. ഏതോ ഒരു ലോകത്തൊരു പെയിന്റിങ്ങിൽ ഒരു ഉന്മാദം ഉണ്ടാക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ അകത്ത് വിട്ടുപോയ പോലെ തോന്നും നമ്മൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു സ്ഥലം ഇതാകുക. പിന്നെ കുറച്ച് ചാലഞ്ച്. പിന്നെ നമ്മുടെ നാട്ടിലെ ഭാഷ എഴുതുമ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ നിൻ്റെ മരണവംശത്തിൽ ആ ഭാഷ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയാണുള്ളത്. മറ്റൊരു ഭാഷ എഴുതുമ്പോൾ കുറച്ചും കൂടി ചാലഞ്ച് ആണല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഷ ഇരിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ഭാഷയൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ആ ഒരു ഭാഷ ഉണ്ടാവുന്നത് നല്ലതാണ് അതിന്. പക്ഷെ അത് കറക്റ്റായിട്ട് പാലക്കാടൻ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 കാലഘട്ടത്തിലെ പാലക്കാടൻ ഭാഷ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാനത് നോക്കിയില്ല. ആ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നോവലിന് വായന ഇത് വരും. അത് ഇപ്പോൾ മരണവംശത്തിനും ഈ പറയുന്ന പോലെ. പക്ഷെ നീ അതിനെ വെല്ലുവിളിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം നീ വളരെ ആത്മാർത്ഥതയോടെ തന്നെയാണ് നിൻ്റെ ഭാഷയെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമമാണത്. അപ്പോൾ അതിന് അടിക്കുറിപ്പുകളൊക്കെ കുറച്ച് കൊടുക്കും. ബാക്കി നിങ്ങൾ വായിച്ച് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ എല്ലാ ഭാഷയും കോട്ടയം ഭാഷ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്തേക്ക് മാക്സിമം ആ ഭാഷ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒ.വി. വിജയൻ്റെ നോവലുകളിലും കഥകളിലും കാണുന്ന പോലെ തന്നെയുള്ളൊരു ഭാഷ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വായനയുടെ സുഖമായ പോക്കിനെ ചിലപ്പോൾ തടയപ്പെടും. അത് എൻ്റെ ഭാഷയും എൻ്റെ ഭാഷ അല്ലല്ലോ. കാസർഗോഡൻ ഭാഷ എഴുതുമ്പോൾ ഞാൻ ഇല്ല ഞാനതിൻ്റെ പിന്നെ ഇത് വേറൊരു രീതിയിലുള്ള നോവലല്ലേ. അപ്പോൾ നീ പറയുന്നത് കറക്റ്റായിട്ട് കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ കഥാപാത്രങ്ങൾ പലതും ഞാൻ എൻ്റെ ഭാവനയിൽ സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നേരിട്ട ഒരാളാണ് സന്തോഷം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന, എപ്പോഴും മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന എന്തെങ്കിലും അനുഭവമുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ഞാൻ അങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ
കുറേ അനുഭവങ്ങളുണ്ടപ്പാ. എന്നാലും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഇവിടെയുള്ള സംഭവം വെച്ചാൽ നമ്മൾ ഈ പഴയ തറവാടാണല്ലോ. അപ്പോൾ ഈ നമുക്ക് കുട്ടിക്കാലത്തുണ്ടാവുന്ന ചില സാധനങ്ങളുണ്ട്. ഇവിടെ ഇത് വലിയ തറവാടും മറ്റു കാര്യങ്ങളാണ്. കാണുമ്പോൾ വലിയ ആ അതെ അതെ. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആൾക്കാർ പണിയെടുക്കുന്ന ആൾക്കാരൊന്നും ഇതിനകത്ത് വന്ന് കയറുകയൊന്നും ചെയ്യില്ല. പക്ഷെ അച്ഛനും എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. അച്ഛൻ വന്ന് ഇതിനകത്ത് കയറി വന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്നും പറയും. പക്ഷെ അവർ കയറില്ല, കാരണം പഴയ ആൾക്കാർ കയറില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഇപ്പം എനിക്കൊന്നും അതൊന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് മറ്റേ മുസ്ലിങ്ങളെ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബന്ധുക്കളൊക്കെ കുറച്ച് അത് അവർ അറിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. മുസ്ലിങ്ങളെ കയറ്റാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞു മുസ്ലിങ്ങളെയും കയറ്റും, എല്ലാവരെയും കയറ്റും. ഞാൻ കിടക്കുന്ന സ്ഥലത്ത് എല്ലാവരും കിടക്കും. അതുകൊണ്ട് ഞാൻ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് എതിർത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ എന്നിട്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ശ്രമങ്ങളൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല മറ്റേ മറിച്ചെല്ലാം പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് ഞാൻ ഇവിടെ വന്ന ആൾക്കാർ പണിയെടുക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്കും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ പൈസയില്ല. അപ്പോൾ ഇപ്പുറത്തെ ഒരു കടയുണ്ട് അവിടെ. ആ കടയിൽ പോയിട്ടാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം തരും. ഇപ്പം ഞങ്ങളെപ്പോഴും കടം കൊടുക്കണം. അപ്പോൾ കുറേ എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ കിട്ടും, എപ്പോഴെങ്കിലും കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അന്ന് കുറേ അവാർഡെല്ലാം മേടിക്കലാണ് കഥ എഴുതിയിട്ട്. പക്ഷെ നമ്മൾ ഈ കടം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഉള്ള സംഭവം പറഞ്ഞാൽ അച്ഛനൊന്നും വരില്ല കടം മേടിക്കാനൊന്നും. ആരും വരില്ലല്ലോ ഇവരാരും. നമ്മൾ ഈ സാധനം കടം മേടിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പണിയെടുത്ത് പോയ ആൾക്കാർ മുഴുവൻ അടക്കുന്നുണ്ടാവും. അവരൊക്കെ കൊടുക്കും. ഏറ്റവും ബാക്കിൽ നമ്മൾ നിൽക്കേണ്ടി വരും. കാരണം അപ്പോഴും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ലാസ്റ്റ് വന്നിട്ട് പിന്നെ പുള്ളിക്ക് ചെറിയൊരു അസ്വാസ്ഥ്യം ഉണ്ട്. പിന്നെ അയാളെ കുറ്റമല്ല അത്. കാരണം നമ്മിത് കൊടുക്കും. പിന്നെ കൊടുക്കുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ഒന്നൊക്കെ എവിടെ നിന്നെങ്കിലും പൈസ കിട്ടുമ്പോഴേ കൊടുക്കുള്ളൂ. അപ്പോൾ അയാൾക്കറിയാൻ പൈസ കിട്ടൂലെന്ന്. അപ്പം നമ്മളെ വീട്ടിൽ പണിയെടുത്ത് ഉള്ള ആൾക്കാർക്ക് മുഴുവൻ ഇത് കൊടുക്കും. അതിൻ്റെ ഏറ്റവും ബാക്കിൽ നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗുള്ള ഒരു സംഭവമാണ്. അത് ഭയങ്കര. അപ്പോൾ ഒന്നാമത് ഇങ്ങനെയുള്ളൊരു ഞാനും ഒരു പാവപ്പെട്ട ഒരു വീട്ടിലും അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള മുമ്പിൽ നമ്മൾക്ക് അപമാനിക്കപ്പെടുന്നൊരു സംഭവമില്ലേ. ഈ അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുന്നതിനേക്കാളും ഭീകരമാണ്. അത് ഭയങ്കര അങ്ങനെ ഒരു വലിയ അനുഭവങ്ങളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതിൽ പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്ക് പോസിറ്റീവായി ഷാജി. അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സ്ട്രോങ് ആവും. ഇത് അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കേസുകളിലും ഒരുപാട് കഷ്ടപ്പാടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനത് സക്കരെ സാറിനോട് ഞാൻ ദിവസം പറഞ്ഞു. എൻ്റെ അത്രയും ഭയങ്കരമായ ട്രോമയിലൂടെ എൻ്റെ കുടുംബജീവിതത്തിനകത്തൂടെ ഞാൻ പോയിട്ടുണ്ട്. കുടുംബം ഞാൻ കുട്ടിക്കാലത്ത്. അപ്പോൾ ഇത് അറിയാമല്ലോ, ഷാജിക്ക് അറിയാമല്ലോ. എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ഈ മറ്റേ മംഗലശ്ശേരി ടൈപ്പായിരുന്നു. കള്ളു കുടിച്ചിട്ടും പിന്നെ അതുപോലെ കംപ്ലീറ്റ് സ്വത്തും വിറ്റ് അവസാനം ഞങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ട് ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു ദിവസം കുറച്ച് സങ്കടമായിട്ട് തന്നെ ഞാൻ സക്കരെ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തും അതൊക്കെ നമുക്കൊരു ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരാളുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ആയത്. നീ ഒരു എഴുത്തുകാരനായത് ഒന്നുകൊണ്ടല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം അങ്ങനെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളതിനെ തരണം ചെയ്യണം. മനസ്സിലാവും, അതിനെ മറികടക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ട്രോമേൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ എപ്പോഴും ഇപ്പോൾ പണ്ടത്തെ കുറേ ആൾക്കാരുണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് ഇപ്പോൾ വലിയ പൈസക്കാരനായിട്ടുണ്ടാവും. രണ്ട് രീതിയിൽ ആൾക്കാരുണ്ട്. ഒന്ന് വലിയ കാശുകാരനായിട്ടുണ്ട്. പണ്ടത്തെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഈ കഷ്ടപ്പാടും പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും. ഇപ്പം നിൽക്കുന്നത് വലിയ ലെവലിലായിരിക്കും. പക്ഷെ പണ്ടത്തെ കഷ്ടപ്പാടുകൾ എപ്പോഴും പോയിട്ട് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കും. പഴയ മറ്റേത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും കഷ്ടപ്പാടിൽ തന്നെ അന്നും കഷ്ടപ്പാടില്ല. ആ കഷ്ടപ്പാടിൻ്റെ ട്രോമേൻ്റെ അകത്ത് ആ വലയത്തിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റാതെ ഒരു കുഴിയാനയിലെ കുഴിക്കകത്ത് വീണ ഒരു ജീവിനെ പോലെ അതിനകത്ത് തന്നെ കിടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിനെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവാണെന്ന് ഞാൻ പറയുന്നത്. എന്തിനാ നമ്മൾ അതൊക്കെ നല്ലതല്ലേ, കോടീശ്വരനായിരിക്കും. പക്ഷെ പണ്ട് മറ്റേ
ഓടുന്ന വെള്ളം വീണ മറ്റേ സാധനവും അന്ന് നനഞ്ഞു കിടന്ന ചോർന്നൊലിക്കുന്ന സാധനവും ചോർന്നൊലിക്കുന്ന കൂരിയും പറഞ്ഞോണ്ടിരിക്കും. ഇതന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട, ഇയാൾ രക്ഷപ്പെട്ടില്ലേ, ഇയാൾ ഇപ്പോൾ ഇത് പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യം. ജീവിതം ശരിക്കും എന്താണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജീവിതം തുടങ്ങുന്നത് തന്നെ മരണത്തേക്കുള്ള യാത്രയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിലേക്കുള്ളൊരു യാത്രയാണ്. പോരാടിക്കൊണ്ടേയിരിക്കുക. അതായത് നിങ്ങൾക്കൊരു റെസ്റ്റ് ഇല്ല ജീവിതത്തിൽ. പല രീതിയിലും നിങ്ങളൊരു നല്ല ഒരു വാരിയറായിട്ട് മുമ്പോട്ട് പോവുക. മനസ്സിലായില്ലേ? ഒരു ദിവസം നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. ആ ഒരു കാലം നിങ്ങളെ തോൽപ്പിക്കും ഒരു ദിവസം. പക്ഷേ ആ കാലത്തിനെതിരെ, തോൽപ്പിക്കാൻ വേണ്ടി വരുന്ന കാലത്തിനെതിരെ പോരാടുന്ന ഒരു ഭയങ്കര ബാരിയറായിട്ട് മാറുക എന്നുള്ളതാണ്, പോരാളിയായിട്ട് മാറുക എന്നുള്ളതാണ് ലൈഫിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് തന്നെയാണ്, ആ ഒരു ഫിലോസഫി തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ കഥകളിലേക്കും ഞാൻ കൊണ്ടുവരുന്നത്. ആത്യന്തികമായ പരാജയം എന്നിട്ടൊരു സാധനമില്ല. നിങ്ങൾക്ക് പരാജയപ്പെട്ടത് തോന്നുമ്പോഴാണ് നിങ്ങളുടെ പരാജയം ബാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോഴും മാത്രമേ പരാജയമുള്ളൂ, അല്ലാതെ പരാജയമില്ല. അത് വലിയ കോടീശ്വരനായി കഴിഞ്ഞാലും പരാജയപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും അവൻ കോടീശ്വരനായിട്ട് കാര്യമില്ല, അവൻ പരാജയത്തിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി വേണ്ട. നിങ്ങൾ മനസ്സിനകത്ത് പരാജയപ്പെടാണ്ടിരിക്കുക, പോരാടിക്കൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാം ശുഭം മംഗളം. ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇത്രയും കേട്ടുകൊണ്ട് നമുക്ക് താങ്ക് യു.